എന്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്? കോഴിയമ്മയും മക്കൾ, 12ാമത്തെ ലെസൺ അല്ലെ? ഒന്നുകൂടി വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കും ഇവിടെ കേട്ടോ. കോഴിയമ്മ അന്നും അതിരാവിലെ തന്നെ എഴുന്നേറ്റു. മക്കളെല്ലാം കിടന്നുറങ്ങുകയാണ്. കോഴിയമ്മ അവരെ വിളിച്ചു. മക്കളെ, എല്ലാവരും വേഗം എഴുന്നേക്ക്, നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ മക്കൾ ആരും എഴുന്നേറ്റില്ല അല്ലെ? എല്ലാവരും സുഖമായി മൂടിപ്പൊച്ചങ്ങ് ഉറങ്ങി അല്ലെ? കോഴിയമ്മ മുറ്റത്തിറങ്ങി. മുറ്റം നിറയെ നെന്മണികൾ. കോഴിയമ്മ അത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. കുറെ നേരം കൊത്തിപ്പെറുക്കിയപ്പോൾ അവൾ ക്ഷീണിച്ചു. എന്നിട്ടും മക്കളാരും വന്നില്ല. കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടിയിട്ടു. ഇനി നെല്ല് കുത്തണം, അതിനെങ്കിലും മക്കൾ സഹായിക്കും, കോഴിയമ്മ കരുതി. എന്നാൽ വൈകി ഉണർന്ന മക്കൾ നേരെ കളിക്കാൻ പോയി. കോഴിയമ്മക്ക് സങ്കടമായി. കോഴിയമ്മ തന്നെ നെല്ല് കുത്തുകയും ചെയ്തു. ദാഹജലം കൊടുക്കാൻ പോലും മക്കളുണ്ടായില്ല. ഓ സാരമില്ല, കളി കഴിഞ്ഞു വരുന്ന മക്കളോട് അരിയിടിക്കാൻ പറയാം. കളി കഴിഞ്ഞു വന്ന മക്കൾ കോഴിയമ്മ പറയുന്നത് ശ്രദ്ധിച്ചതേയില്ല. അവർ കഥ പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. കോഴിയമ്മ തനിയെ അരിയിടിച്ച് അപ്പം ചുടുകയും ചെയ്തു. അപ്പത്തിന്റെ മണം പരന്നപ്പോൾ മക്കളുടെ വായിൽ വെള്ളം ഊറി. അവർ ഒന്നിച്ച് ആവശ്യപ്പെട്ടു, അമ്മയെ വിശക്കുന്നു, അപ്പം താ. ആരാ നെല്ല് കുത്തിയത്? അമ്മ ചോദിച്ചു. കോഴിയ. ആരാ അരിയിടിച്ചത്? അതും കോഴിയ. ആരാ അപ്പം ചുട്ടത്? അതും കോഴിയമ്മ തന്നെ. മക്കൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോൾ കോഴിയമ്മ തന്നെ അപ്പം തിന്നുകയും ചെയ്തോളാം. ഇത് കേട്ട് മക്കളെല്ലാം തല താഴ്ത്തി നിന്നു. എന്നാൽ മക്കൾക്ക് കൊടുക്കാതെ അപ്പം തിന്നാൻ കോഴിയമ്മയ്ക്ക് മനസ്സ് വന്നില്ല. അമ്മ എല്ലാവർക്കും അപ്പം കൊടുത്തു. അമ്മയെ സഹായിക്കാത്തതിൽ അവർ സങ്കടപ്പെട്ടു. തങ്ങളാൽ ആവുന്ന വീട്ടുജോലികൾ ചെയ്യാമെന്ന് അവർ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു അല്ലെ? ആ കുറ്റം അവർക്ക് മനസ്സിലായി. അമ്മയെ സഹായിക്കാത്തതിലുള്ള വിഷമം അവർക്ക് ഉണ്ടായി അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വായിച്ചിട്ടുണ്ടായത് എന്താ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്? അമ്മയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം അല്ലേ? എല്ലാവരും സഹായിക്കണേനി അച്ഛനെയും അമ്മയും ഒക്കെ ഹെൽപ്പ് ചെയ്യണം എല്ലാ മക്കളും. ഓക്കെ, തന്നാലാവുന്ന വിധത്തിലുള്ള ജോലികൾ ചെയ്യാൻ നിങ്ങള് അമ്മയുടെ കൂടെ കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ കോഴിയമ്മയും മക്കളും എന്നുള്ള കഥയിൽ എന്താ പറഞ്ഞത്? അതാണ് പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? അമ്മയെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇത് പറയാം എന്താണ്? 2 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ? എന്തൊക്കെയാ പറഞ്ഞത്? കോഴിയമ്മ അന്നും അതിരാവിലെ തന്നെ എഴുന്നേറ്റു. മക്കളെല്ലാം കിടന്നുറങ്ങുകയാണ്. കോഴിയമ്മ അവരെ വിളിച്ചു. മക്കളെ, എല്ലാവരും വേഗം എഴുന്നേൽക്ക്, നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം. കണ്ടോ നിങ്ങള്? കൊത്തിപ്പെറുക്കാം എന്ന് റെഡ് നിറത്തിലാണ് എഴുതിയിട്ടുണ്ടായില്ലേ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ, വായിക്കാനാവുന്നുണ്ടോ നോക്കിയേ. കൊത്തിപ്പെറുക്കാം. പക്ഷേ മക്കളാരും എഴുന്നേറ്റില്ല. കോഴിയമ്മ മുറ്റത്തിറങ്ങി. മുറ്റം നിറയെ നെന്മണികൾ. കോഴിയമ്മ അത് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. കുറെ നേരം കൊത്തിപ്പെറുക്കിയപ്പോൾ അവൾ ക്ഷീണിച്ചു. എന്നിട്ടും മക്കളാരും വന്നില്ല. കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടി. അത് നമുക്കിത് പഠിക്കാം അല്ലെ? എന്താണ് നെന്മണി? കണ്ടോ? കൊത്തിപ്പെറുക്കിയ നെന്മണി. നെന്മണിന്ന് കണ്ടോ നിങ്ങള്? എങ്ങനെ എഴുതുന്ന കണ്ടോ? കോഴിയമ്മ ഒരിടത്ത് കൂട്ടി. ഇനി നെല്ല് കുത്തണം. അടുത്തവന് എന്താ? നെന്മണി പറത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണത്? നെല്ല് കുത്തണം. അതിനെങ്കിലും മക്കൾ സഹായിക്കും അല്ലെ? അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നെ സഹായിക്കും എന്ന് അമ്മ വിചാരിച്ചു. കോഴിയമ്മ കരുതി പറഞ്ഞെന്താ? വിചാരിക്കും അല്ലെ? ആലോചിച്ചു. കോഴിയമ്മ എന്ത് ചെയ്തു? വിചാരിച്ചു അതിനെങ്കിലും തന്നെ മക്കള് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. എന്നാൽ വൈകി ഉണർന്ന മക്കൾ നേരെ എന്താ ചെയ്തത്? എഴുന്നേറ്റവാടെ കളിക്കാൻ പോയി. കോഴിയമ്മയ്ക്ക് സങ്കടമായി അല്ലെ? എന്തുകൊണ്ടാ സങ്കടമായത്? എന്നാലും മക്കളാരും എന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കോഴിയമ്മക്ക് എന്തായി? സങ്കടമായി. കോഴിയമ്മ തന്നെ നെല്ല് കുത്തുകയും ചെയ്തു. ദാഹജലം കൊടുക്കാൻ പോലും മക്കളുണ്ടായില്ല. ദാഹജലം എങ്ങനെ എഴുതുന്ന നോക്കണേ. കുറച്ച് വിഷമുള്ള വാക്കുകളൊക്കെ അവിടെ റെഡിങ്കിൽ എഴുതിയിട്ടുണ്ട്. ദാഹജലം. ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. അടുത്തത് എന്താ പറയുന്നത്? ഓ സാരമില്ല, കളി കഴിഞ്ഞു വരുന്ന മക്കളോട് അടുത്ത എന്താ അമ്മ ചിന്തിക്കുന്നത്? കളി കഴിഞ്ഞു വരുന്ന മക്കളോട് എന്ത് പറയാ? അരി ഇടിക്കാൻ പറയാം എന്നാണ് ചിന്തിക്കുന്നത് അല്ലെ? കളി കഴിഞ്ഞു വന്ന മക്കൾ കോഴിയമ്മ പറയുന്നത് ശ്രദ്ധിച്ചതേയില്ല. കോഴിയമ്മ എന്തെങ്കിലും പറയുന്നുണ്ട്, അതൊന്നും മക്കൾ എന്ത് ചെയ്തു?
ശ്രദ്ധിച്ചതേയില്ല. അവർ കഥ പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. അവരവരെ കാര്യത്തിൽ മുഴുകിയല്ലേ. അമ്മ ഈ പണിയെടുക്കുന്നൊന്നും മക്കൾ ശ്രദ്ധിച്ചതേയില്ല. അവർ കഥ പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. കോഴിയമ്മ തനിയെ അരിയിടിച്ചു. അടുത്ത വാക്കെന്താ? അരിയിടിച്ചു. കണ്ടോ നിങ്ങൾ എങ്ങനെ എഴുതുന്നേന്ന്? അരിയിടിച്ചു. അപ്പം ചുടുകയും ചെയ്തു. അല്ലെ? അപ്പൊ എന്തായി? നെന്മണ കൊത്തിപ്പറുക്കി, നെന്മണിന്റെ കുത്തി, നെല്ല് കുത്തി, അല്ലെ? പിന്നെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നെല്ല് കുത്തുകയും ചെയ്തു, അല്ലെ? പിന്നെ എന്ത് ചെയ്തു അമ്മ? കോഴിയമ്മ എന്താ അടുത്ത് ചെയ്തത്? കോഴിയമ്മ എന്ത് ചെയ്തു? അരി ഇടിക്കാൻ മക്കളോട് പറയാന്ന് ചോദിച്ചു. അതുമില്ല. അതും എന്ത് ചെയ്തു? കോഴിയമ്മ അടുത്തത് എന്ത് ചെയ്തു? അരി ഇടിച്ചു. അരി ഇടിച്ച് എല്ലാം പാകാക്കി അപ്പായി, അല്ലെ? അപ്പത്തിന്റെ മണം പരന്നപ്പോൾ മക്കളുടെ വായിൽ എന്ത് ചെയ്തു? വെള്ളം പോയി, അല്ലെ? അപ്പം ചുടുമ്പോ മണം വന്നു. അപ്പൊ വായിൽ വെള്ളം വന്നു മക്കളുടെ. ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? അപ്പം ചുടുന്നത് കേൾക്കുമ്പോ വായിൽ വെള്ളം ഊറാറുണ്ടോ ആർക്കെങ്കിലും? ദോശ ചുടുമ്പോൾ മണം ഉണ്ടാവും, അല്ലേ? ദോശ ചുടുമ്പോ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? ദൂരത്ത് തന്നെ എങ്ങനെ അറിയാൻ പറ്റും? ദോശ ചുടുമ്പോ എങ്ങനെയാ? ഷൂ ഷൂ എന്നുള്ള ഒരു ഒച്ച ഉണ്ടാവും, പിന്നെ ഒരു മണവും വരും, അല്ലെ? ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും, പിന്നെയോ ദോശപ്പാട്ടാത്. ദോശ ചുടുന്നത് ശീശൂ രണ്ടൊച്ച, ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. കുഞ്ഞിനി മാഷിന്റെ വരികളാണ്. കുഞ്ഞിനി മാഷിനെ അറിയോ? കുഞ്ഞിനി മാഷിന്റെ വരികളാണ്. ശീശൂ രണ്ടൊച്ച, ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. ശരിയല്ലേ? ശീശൂന്നിൽ ഒച്ച ഉണ്ടാവുമോ ദോശ ചുടുമ്പോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട് അല്ലേ? കറക്റ്റ് ആണ്. ദോശ ഇടുമ്പോൾ ഒച്ച ഉണ്ടാവും, അല്ലെ? ആ, അപ്പൊ അത് കാതറിയുന്നില്ലേ? കാതേതാ? ചെവി. ചെവി കേൾക്കും, അല്ലെ? അതിലൊച്ച കേൾക്കും. ഇതെന്താ ഉണ്ടാവുക? മണം വരക്കും. അപ്പൊ എന്താണ്? മൂക്കറിയും. മനസ്സിലായോ? അതുപോലെ അപ്പത്തിന്റെ മണം പരന്നപ്പോൾ, പരക്കുക പറഞ്ഞെന്താ? വ്യാപിക്കുക. എല്ലായിടത്തും വ്യാപിക്കുമ്പം അപ്പത്തിന്റെ മണം പരന്നപ്പോൾ മക്കളുടെ വായിൽ എന്തായി? വെള്ളമൂറി, അല്ലെ? കൊതിയൂറി. ഒരാള് പുളിയൊക്കെ കഴിക്കുന്ന കാണുമ്പോ നമുക്ക് വെള്ളം ഊറും, അല്ലെ? വായില് ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? സത്യമായിട്ട് പറഞ്ഞേ, ഇല്ലേ? ഉണ്ടാവാറുണ്ട്, അല്ലെ? വായിൽ ഇങ്ങനെ വെള്ളം ഊറും. അവർ ഒന്നിച്ച് ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? അമ്മയെ വിശക്കുന്നു, അല്ലെ? അവർക്കൊക്കെ കളിയെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ വൈകു, അല്ലെ? അത് കഴിഞ്ഞപാട് എന്ത് ചെയ്തു? കളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടോ കഥ പറഞ്ഞ് രസിച്ചു തുടങ്ങി. എന്നിട്ടും അമ്മ എന്താ പണിയെടുക്കുന്നതെന്ന് മാത്രം അവരാരും ശ്രദ്ധിച്ചില്ല, അല്ലെ? അമ്മയെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും വന്നില്ല. പക്ഷെ അപ്പത്തിന്റെ മണം പറഞ്ഞപ്പോൾ എന്തായി? അവരുടെ വായില് വെള്ളം മുറയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ ഒന്നിച്ച് ആവശ്യപ്പെട്ടു, അമ്മയെ വിശക്കുന്നു, അപ്പം എന്താന്ന് പറഞ്ഞു. ആരാ നെല്ല്? അപ്പൊ കോഴിയമ്മ എന്താ ചോദിച്ചത്? ആരാ നെല്ല് കുത്തിയത്? അമ്മ ചോദിച്ചു, അല്ലെ? അപ്പൊ കോഴിയമ്മ അവര് പറഞ്ഞു, അമ്മ തന്നെ നെല്ല് കുത്തിയത് പറഞ്ഞു. ആരാ അരി ഇടിച്ചത്? അതും കോഴിയമ്മ. ആരാ അപ്പം ചുട്ടത്? അതും കോഴിയമ്മ തന്നെ. മക്കൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പൊ പണിയെടുത്തതൊക്കെ ആരായിരുന്നു? കോഴിയമ്മയാണ്, അല്ലെ? അപ്പൊ അപ്പത്തിന്റെ മണത്തിന് മാത്രം അവര്. അപ്പോൾ കോഴിയമ്മ തന്നെ അപ്പം തിന്നുകയും ചെയ്തോളാം. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? കോഴിയമ്മ തന്നെ അപ്പം തിന്നുകയും ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് മക്കളെല്ലാം തല താഴ്ത്തി നിന്നു, അല്ലെ? അവർക്ക് മനസ്സിലായി അവരുടെ തെറ്റ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? അവര് തല താഴ്ത്തി നിന്നു. എന്നാൽ മക്കൾക്ക് കൊടുക്കാതെ അപ്പം തിന്നാൻ കോഴിയമ്മയ്ക്ക് മനസ്സിലായി. ഏതമ്മയ്ക്കും മനസ്സ് വരില്ല, അല്ലെ? സ്വന്തം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തിന്നുണ്ടെങ്കിൽ. അപ്പൊ മക്കൾക്ക് എന്ത് കൊടുക്കാതെ അപ്പം കഴിക്കാൻ ആർക്ക്? കോഴിയമ്മയ്ക്ക് മനസ്സ് വന്നില്ല, അല്ലെ? അമ്മ എല്ലാവർക്കും അപ്പം കൊടുത്തു. അമ്മയെ സഹായിക്കാത്തതിൽ അതുകൊണ്ട് അവർക്ക് എന്തായി? സങ്കടായി, അല്ലെ? അമ്മയെ സഹായിക്കാത്തതിൽ അവർ സങ്കടപ്പെട്ടു. തങ്ങളാവുന്ന വീട്ടുജോലികൾ ചെയ്യാമെന്ന് അവർ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുക ഇന്ന് മുതൽ നിങ്ങള്? തങ്ങളാവുന്ന സഹായം ഒക്കെ ചെയ്യണേ. എന്നിട്ട് പോയിട്ട് പാത്രം പിടിച്ച് വെള്ളമൊന്നും അവിടെ ഒന്നും പെരക്കല്ലേ കേട്ടോ. മിസ് പറഞ്ഞാൽ തന്നെ എല്ലാ അമ്മയെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി വെള്ളമൊക്കെ തിരിച്ച് പാത്രമൊക്കെ കഴുകി അവിടെ മൊത്തം വെള്ളവും ആക്കിയേക്കല്ലേ. എന്നെ അവര് ചീത്തയും പറയും, അല്ലെ? പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന പണികളൊക്കെ നിങ്ങള് അമ്മയെ ഹെൽപ്പ് ചെയ്യണേ. തങ്ങളാവുന്ന പണികള് ഇന്ന് മുതല് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. കുറെ പേര് ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി
അവരൊക്കെ ഇന്നു മുതൽ എന്തായാലും അമ്മയെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അവ അടിച്ചു വാരും, പാത്രം കഴുകും, അല്ലേ, ചായ വെച്ചു കൊടുക്കും. അപ്പൊ ഒരു ദിവസം അമ്മ എവിടെയെങ്കിലും കയറി ക്ഷീണിച്ചെല്ലാം വരുമ്പോ എന്ത് ചെയ്യണം? സാധനം എല്ലാം എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങളത് വാങ്ങി അകത്ത് കൊണ്ടുപോക്കുക അല്ലേ. അതുപോലെ അമ്മയ്ക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുക. അമ്മയും പാവല്ലേ, ഇത്രയും കാലായി നിങ്ങളെ നോക്കുന്നതല്ലേ അല്ലേ. അമ്മയ്ക്കും വേണ്ടേ കുറച്ച് റെസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ ആ ചിരിക്കുന്ന കുട്ടികളൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന മിസ്സിന് മനസ്സിലായി. അതുപോലെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ അച്ചാച്ചൻ, അമ്മമ്മ ഒക്കെ ഉണ്ടാവും അല്ലെ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ നിങ്ങള് ഹെൽപ്പ് ചെയ്ത് നല്ല കുട്ടികളായിട്ട് വളരണം അല്ലെ. തന്നാലാവുന്ന വിധത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുത്ത് നല്ല കുട്ടികളായിട്ട് വളരാൻ ശ്രദ്ധിക്കണേ. ഓക്കെ. അതാണ് നമ്മുടെ ഈ കോഴിയമ്മയും മക്കളും എന്ന കഥയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഗുണപാഠം അല്ലെ. എന്ത് ചെയ്യണം? ഇന്നു മുതൽ എല്ലാവരും ചെയ്യില്ലേ? അപ്പൊ കഴിഞ്ഞ കുറെ ക്ലാസ്സിന് മുമ്പേ നമ്മളൊരു പാഠം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ ഈ വർഷത്തെ നമ്മുടെ മലയാളം ബുക്കുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പൊ ആരെങ്കിലും അത് പാലിക്കുന്നുണ്ടോ? അലൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്ന് അല്ലേ. ദൈവമേ കൈതൊഴാ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ എല്ലാവരും ഇപ്പൊ സ്ഥിരമായിട്ട് ഒരുപാട് ആള് കൈ കാണിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാറുണ്ടോ എല്ലാ മക്കളും? സന്ധ്യക്ക് ഏത് മതത്തിലുള്ളവരായാലും പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുമേ. അപ്പൊ നമ്മൾ ഒരുപാട് ഓരോ പാഠം പഠിക്കുമ്പോഴും നമ്മൾ ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അത് മിസ് എന്തിനാ പറഞ്ഞിരുന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യണേ. എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് അമ്മയെ, അതായത് നമ്മുടെ മുതിർന്നവരെയും നമ്മുടെ മറ്റുള്ള സഹാരെ എല്ലാവരെയും ബന്ധുക്കളെയും ഒക്കെ നമ്മള് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം അല്ലേ. ഓക്കെ. അതാണ് ഈ കോഴിയമ്മയും മക്കളും എന്ന പാഠത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഓക്കെ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ആയോ മക്കളെ? മിസ്സേ, ഓക്കെ, ശരിയായോ? ചെറിയൊരു നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, ശരിയായി അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ എല്ലാവരും ഇന്നു മുതൽ എന്ത് ചെയ്യുക? നമ്മുടെ മുതിർന്നവരെയും നമ്മുടെ ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവും അല്ലേ. അപ്പോ ഈ പാഠഭാഗം നമുക്കൊന്ന് വായിക്കാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ. ഉത്തരം കണ്ടെത്താം എന്നാണ്. കണ്ടോ നിങ്ങള്? 65, അതായത് 65-ാമത്തെ പേജ്, 65-ാമത്തെ പേജില് കോഴിയമ്മ ചെയ്തത് എന്തെല്ലാമാണ് കോഴിയമ്മ ചെയ്തത്? എന്തെല്ലാം ദേവർഷ ചെയ്തത് കോഴിയമ്മ? എന്തൊക്കെയാ മോളെ കോഴിയമ്മ? നെന്മണി കൊത്തിപ്പറക്കി. പിന്നെയോ? അടുത്ത് അപ്പം ചുട്ടു. നെല്ല് കുത്തി, അരി ഇടിച്ചു, അപ്പം ചുട്ടു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് കോഴിയമ്മ ചെയ്തത്. അപ്പൊ കോഴിയമ്മ ചെയ്തത് നമുക്ക് ഓർഡറിൽ എഴുതണ്ടേ? കോഴിയമ്മ നെന്മണി കൊത്തിപ്പറക്കി ആദ്യത്തെ അല്ലേ. ഇനി എന്താ എഴുതേണ്ടത്? അടുത്ത എന്താ എഴുതേണ്ടത് മക്കളെ? അടുത്ത എഴുതിക്കോ. ഏതാണ്? കോഴിയമ്മ നെന്മണി കൊത്തിപ്പറക്കി അവിടെ തന്നിട്ടില്ല. അടുത്തതാണ് നമുക്ക് എഴുതേണ്ടത്. കൊത്തിപ്പറക്കിയ നെന്മണി എന്ത് ചെയ്തു? കുത്തിയെടുത്തു അല്ലെ. നെല്ല് കുത്താണ്, കുത്തി എഴുതാം. അടുത്തെന്താ? നെല്ല് കുത്തി. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അരി ഇടിച്ചു. ഇനി അപ്പം ചുട്ടു. അപ്പൊ നമുക്ക് നെന്മണി നെല്ല് കുത്തി എഴുതാം. രണ്ടാമത്തെ എഴുതിക്കോ. എഴുതണോ? എന്താണ് ബിയോന? പറഞ്ഞോ ബിയോന.
ഇപ്പൊ നമ്മൾ പറയുന്നത് 65 65 ഒരു നീല കളറില്. ആ അത് ക്വസ്റ്റ്യൻ. കോഴിയമ്മ ചെയ്തത് എന്തെല്ലാം? കണ്ടോ? 65-ാമത്തെ പേജ് എടുത്തോ മോളെ. ഇതാണ് പേജ്. കണ്ടോ? ഇതില് ഉത്തരം കണ്ടെത്താം മുകളില്. അത് കഴിഞ്ഞിട്ട് ബ്ലൂ കളറിലുള്ളത് എന്താണ്? കോഴിയമ്മ ചെയ്തത് എന്തെല്ലാം. എന്തെല്ലാം കോഴിയമ്മ ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. അതിന് ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ട്. എന്ത്? കോഴിയമ്മ നെന്മണി കൊത്തിപ്പറി. അടുത്ത എന്താ ചെയ്തത്? കോഴിയമ്മ നെല്ല് കുത്തി എഴുതണം. എഴുതിക്കോ. നെല്ല് കൊത്തി എഴുതണ്ട തോന്നുന്നു. 2 ലൈനല്ലേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് അരി ഇടിച്ചു അപ്പം ചുട്ടു എഴുതാം അല്ലേ? 2 ലൈനിലേ തന്നിട്ടുള്ളൂ മക്കളെ. അതുകൊണ്ട് അരി ഇടിച്ചു എഴുതണോ? കോഴിയമ്മന്ന് എഴുതുന്നില്ല, അരി ഇടിച്ചു എഴുതാം. ഒരുപാട് എഴുതാം. നെല്ല് കുത്തിയിട്ടും കൂടി ഉണ്ട്, പക്ഷെ അതിൽ ലൈനില്ല. നമുക്ക് 2 ഉള്ളൂ ലൈൻ. സോറി തെറ്റാണ് മിസ് എഴുതിയത് ഇവിടെ. അരി ഇടിച്ചു എന്ന് എഴുതുന്നതിനെക്കാളും നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ എഴുതിക്കോ. അരിന്ന് എഴുതിയിട്ട് ഇടിച്ചു. അരി ഇടിച്ചു. പിന്നെന്താ ചെയ്തത്? അപ്പം ചുട്ടു. നെല്ല് കുത്തിന്നും കൂടെ വേണ്ടതാണ്. ഇവിടെ നമുക്ക് 2 ലൈനേ തന്നിട്ടുള്ളൂ മക്കളെ. അതുകൊണ്ട് ഇത് മാത്രം എഴുതാം. അപ്പം ചുട്ടു. ഇപ്പൊ കോഴിയമ്മ നെന്മണി കൊത്തിപ്പിറക്കി, അരി ഇടിച്ചു, അപ്പം ചുട്ടു അല്ലേ? ഓക്കെ, അത് 2 എഴുതി കഴിഞ്ഞാല് എന്താണ്? വാക്യം കണ്ടെത്താം. വാക്യം കണ്ടെത്താം. എന്താ എഴുതേണ്ടത്? കൊത്തിപ്പെറുക്കാം നെന്മണി ദാഹജലം അരിച്ചു. അടുത്ത താഴെ കണ്ടോ നിങ്ങളെ ഒരു വലിയ ബോക്സ് ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാം എഴുതിയിട്ടുണ്ട്. അപ്പൊ നെന്മണിയാണ് അടുത്തത് അല്ലെ? നെന്മണി വെച്ചിട്ട് കൊത്തിപ്പെറുക്കാം എന്നുള്ളത് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ഇനി എഴുതേണ്ടത് എന്താണ്? നെന്മണി. നെന്മണി വെച്ചിട്ട് ഒരു വാക്യാണ് എഴുതേണ്ടത്. ഇതെല്ലാവരും എഴുതി കഴിഞ്ഞോ? അപ്പൊ അടുത്ത എഴുതാം അല്ലെ? ഇത് കളയട്ടെ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ മക്കളെ? ഫിനിഷ്? ജിയ ഫിനിഷ് ആണോ? ആ അപ്പൊ അടുത്തത് എന്താണ്? നെന്മണി എന്നാണ് വെച്ചിട്ടാണ് എഴുതേണ്ടത് അല്ലെ? എന്താ എഴുതുന്നത് അതിന് വാക്യങ്ങള്? നെന്മണി. നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് എഴുതാം. നെല്ല് ആദ്യം അത് എഴുതിയില്ലേ? നമുക്ക് നെല്ല് കൊത്തിപ്പിറക്കാം എന്നുള്ളത്. അടുത്ത് നമ്മൾ എഴുതുന്നത് നെന്മണി വെച്ചിട്ട് കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടിയിട്ടു. അത് എഴുതാം. എഴുതിക്കോ. എവിടെ എഴുതണ്ടെന്ന് മനസ്സിലായോ?
ആ പട്ടികയിലെ പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. അതില് നമുക്ക് നെല്ല് കൊത്തിപ്പെറുക്കാൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെയാണ് മിസ് ഇപ്പൊ എഴുതുന്നത്. നെന്മണി എന്ന് വെച്ചിട്ട് ഒരു വാക്യാണ് ഇനി എഴുതുന്നത്. കൊത്തിപ്പെറുക്കിയ നെന്മണി എഴുതിക്കോ. നെല്ലിനെ എഴുതിയാൽ മതി, ശ്രദ്ധിച്ച് എഴുതിക്കോ. കൊത്തി പെറുക്കിയ. അവിടെ റെഡിങ്ങില് നെന്മണി വേണ്ട, അത് എഴുതിയാൽ മതി. അതാ എഴുതുന്നേ. രണ്ടാമത്തെ മൂന്നാമത്തെ പാരഗ്രാഫ് ആണ് മിസ് എഴുതുന്നത്. ആദ്യം കഴിഞ്ഞ പാരഗ്രാഫിൽ കൊത്തിപ്പെറുക്കിയ നെന്മണി അല്ലെ? നെന്മണി എന്ന് റെഡിങ്ങിലാണ് നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ളത്. നെന്മണി ആണിത്. വൃത്തിയാവുന്നില്ലല്ലോ മക്കളെ. എന്തേ ബിയോണ? ഓക്കെ, കറക്റ്റ് ആയി. മൗസ് കൊണ്ടാ എഴുതുന്നത്, കൃത്യമായി കിട്ടണ്ടേ. നെന്മണി കണ്ടോ? നെന്മണി എഴുതുമ്പോ ശ്രദ്ധിക്കണേ. ഇന്മ കോഴിയമ്മ അധികം എഴുതാൻ മക്കളെ, വൃത്തി എഴുതണേ. കോഴിയമ്മ കോഴിയമ്മ. മക്കളെ നെറ്റ് പോയിട്ടുണ്ടായിരുന്നു, ഒപ്പൊ ഓക്കെയാണോ? അയ്യോ, വന്നു. ഓക്കെ മക്കളെ, മിസ് ഒന്നുകൂടി അത് എഴുതാം. ആദ്യം മുതലേ എഴുതുന്നുണ്ടേ. നിങ്ങൾ എഴുതിയ മക്കളെ, ഞാനിപ്പോ നെറ്റ് കട്ടായതുകൊണ്ട് ഒന്നുകൂടി എഴുതുന്നതാണേ. കൊത്തി പെറുക്കിയ കൊത്തിപ്പെറുക്കിയ നെന്മണി. അതുവരെ നിങ്ങൾ എഴുതിയാണേ. കോഴിയമ്മ
കോഴിയമ്മ എനക്ക് കിട്ടി. ഒരിടത്ത് ഒരിടത്ത് കൂട്ടി പൂവ് ഇട്ട. യെസ്, കൂട്ടിയിട്ടു. ഓക്കെ. കൊത്തിപ്പെറുക്കിയ നെന്മണി കോഴിയമ്മ ഒരിടത്ത് കൂട്ടിയിട്ടു. അപ്പൊ നെന്മണി എന്നുള്ളതാണ് ഇവിടെ നമ്മള് ആക്കി ഉണ്ടാക്കി അല്ലെ, നെന്മണി വെച്ചിട്ട്. വാക്യം കണ്ടെത്താനാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ദാഹജലം ആണ് എഴുതേണ്ടത്. ദാഹജലം കണ്ടോ നിങ്ങള്, ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. അടുത്തത് ദാഹജലം. അടുത്ത ലൈനിൽ നിങ്ങൾ എഴുതേണ്ടത് ദാഹജലം. റെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട് ദാഹജലം എന്ന്. കണ്ടോ, മിസ് വായിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ക്ലാസ് എടുക്കുമ്പോ? അത് ദാഹജലം ദാഹജലം കൊടുക്കാൻ പോലും. രണ്ടാമത്തേതാണ് എഴുതേണ്ടത്. ഒന്നവിടെ ഉണ്ട്, രണ്ടാമത്തെയാണ് ആദ്യം മിസ് എഴുതിയത്, മൂന്നാമത്തെ ഇപ്പൊ വരും. ഒന്നിച്ചെഴുതി വെച്ചൊക്കല്ലേ. ദാഹജലം കൊടുക്കാൻ പോലും ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. അപ്പൊ അതിന് ദാഹജലം എന്ന് വന്നില്ലേ. ദാഹജലം കൊടുക്കാൻ പോലും മക്കൾ ഉണ്ടായില്ല. അപ്പോ ദാഹജലം എന്നുള്ള വീട് വന്നില്ലേ അവിടെ. നെക്സ്റ്റ് അരി ഇടിച്ചു എന്നാണ് വരേണ്ടത്. കണ്ടോ, നമ്മൾ അടുത്ത പേജിൽ കണ്ടോ, കോഴിയമ്മ തനിയെ അരി ഇടിച്ചു. അടുത്തത് അതാണ് എഴുതേണ്ടത്.